റേറ്റിംഗിനും പണത്തിനും വേണ്ടി സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഉള്ളടക്കങ്ങൾ ഒരു മാധ്യമം സംപ്രേഷണം ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ബിഗ് ബോസ് ടീമിനും അതിനെ സംപ്രേഷണം ചെയ്യുന്ന ചാനലിനും സമൂഹത്തോട് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഈ പരിപാടിയിൽ നല്ല കാര്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മത്സരിക്കുന്നവർ തമ്മിലുള്ള തർക്കങ്ങളും വൈകാരിക നിമിഷങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ സഭ്യതയില്ലാത്ത വസ്ത്രധാരണത്തെയും അശ്ലീല സംഭാഷണങ്ങളെയും ന്യായീകരിക്കാൻ കഴിയില്ല. പരിപാടിയുടെ ഉള്ളടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, തെറ്റായ സന്ദേശങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് കുടുംബ പ്രേക്ഷകരുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ബിഗ് ബോസ് ടീം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തോടെയുള്ള ഉള്ളടക്കം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് പറയൂ. അനാവശ്യമായ വാക്കുകളും മോശം പദപ്രയോഗങ്ങളും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നു. രേണു സുധിയെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ഇതിൻ്റെ ഉദാഹരണമാണ്. ഒരാളെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ നിലവാരം തരം താഴ്ത്തുന്നു. ഇത് കുട്ടികൾക്കും യുവതലമുറക്കും തെറ്റായ മാതൃക നൽകാനിടയാക്കും. ഇത്തരം സംഭാഷണങ്ങൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് ബിഗ് ബോസിൻ്റെ കുടുംബ പ്രേക്ഷകരുടെ അഭിപ്രായം. ബിഗ് ബോസിൽ ഉപയോഗിക്കുന്ന മോശം വാക്കുകൾ കേവലം വിനോദത്തിനപ്പുറം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒരു തമാശയായി ചിത്രീകരിക്കുമ്പോൾ അത് സൈബർ ആക്രമണങ്ങൾക്കും ഒരു തരം ന്യായീകരണം നൽകുന്നു. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്ന ഒരു ധാരണ ചെറുപ്പക്കാരിൽ വളരാൻ ഇത് കാരണമാകും. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ കാണുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ആളുകൾക്കിടയിൽ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കുറയും. ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ഒരു പരിപാടി കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ, വസ്ത്രധാരണം എന്നിവയെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ബിഗ് ബോസിലെ ചില രംഗങ്ങൾ കാരണം പലപ്പോഴും ഇത്തരം സംഭാഷണങ്ങൾ ഒഴിവാക്കപ്പെടുകയാണ് പതിവ്. ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു തരം അകൽച്ചയുണ്ടാക്കാൻ കാരണമായേക്കാം. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള തുറന്ന ആശയവിനിമയത്തെ ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയാത്ത ഒരു പരിപാടി എന്ന നിലയിലേക്ക് ബിഗ് ബോസ് പല വീടുകളിലും ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. ഇത്തരം പരിപാടികൾ കാണുന്നത് കുട്ടികൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഒരു പരിപാടിയിലെ മോശം ഭാഷയെക്കുറിച്ചോ മോശകരമായ വസ്ത്രധാരണത്തെക്കുറിച്ചോ കുട്ടികളുമായി സംസാരിക്കാൻ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു തരം അകൽച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ സദാചാരത്തെക്കുറിച്ചുള്ള പൊതുബോധത്തെ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കൂ. ഒരു കൂട്ടം ആളുകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരുടെ ജീവിത രീതികളും സംഭാഷണങ്ങളും മറ്റുള്ളവർ കാണുന്നു. ഇവിടെ സഭ്യതയില്ലാത്ത വസ്ത്രധാരണത്തെയും മോശം ഭാഷയെയും ഒരു സാധാരണ കാര്യമായി ചിത്രീകരിക്കുമ്പോൾ അത് ഒരു പുതിയ നോർമലായി സമൂഹം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. യുവതലമുറ ഇത് അനുകരിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടി ഒരു ചാനൽ സംപ്രേഷണം ചെയ്യുമ്പോൾ അവർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. റേറ്റിംഗിന് വേണ്ടി മാത്രം ഇത്തരം മോശം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയായ ഒരു മാധ്യമധർമ്മമല്ല. കൂടുതൽ ശ്രദ്ധയോടെയും സാമൂഹിക പ്രതിബദ്ധതയോടെയും പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ബിഗ് ബോസ് ടീമിന് കഴിയട്ടെ. അതവർക്ക് സാധിച്ചില്ലെങ്കിൽ ഇത് സമൂഹത്തിന് വിപത്തായി മാറും.